എൻ്റെ വീട്ടിലെ മുരിങ്ങയ്ക്ക കിട്ടിയതാണ് കേട്ടോ. ഇതാ ഇതും ഏകദേശമായി വരുന്നുണ്ട്. മുരിങ്ങ, റംബൂട്ടാൻ പൂത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അപ്പുറത്തെ സൈഡിൽ കണ്ടോ നമ്മുടെ ബംബ്ലൂസ് നാരങ്ങ. ഇത് കപ്പ. അതിൻ്റെ ഇടയ്ക്ക് ഓറഞ്ച് നിൽപ്പുണ്ട് തൈയായിട്ട്. ഇതാ ഒരു വലിയ കിലോ പേരയുടെ മരം. അവിടെ മുല്ല. ഇത് കണ്ടോ മൽബറി. കുറേ മൽബറി നട്ടിട്ടുണ്ട്. പിന്നെ നാടൻ തെറ്റി. ഇതൊക്കെ മരുന്ന് ആയിട്ട് ഉപയോഗിക്കും. എണ്ണ കാച്ചാൻ, കഷായം ഉണ്ടാക്കാൻ, കറിവേപ്പില, പലതരം തെറ്റികളുണ്ട്. ഇതാ എൻ്റെ താളിയായിട്ടിരിക്കുന്ന ചെമ്പരത്തി ഉണ്ടോ, അതിൻ്റെ ഇപ്പുറത്ത് കട്ട ചെമ്പരത്തി. അവിടെ നാടൻ ചാമ്പ, ജാതി, തെങ്ങ്. ജാതിയിലധികം ജാതിക്ക ഉണ്ടാകുന്നില്ല, വീടിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇതാ ഇത് ജൈൻ ലില്ലിയ. നല്ല മണമാണ് പൂക്കുമ്പോൾ. ഇവിടെയും ഉണ്ടായിരുന്നു കറിവേപ്പ് ലൈനിൽ മുട്ടുന്നതുകൊണ്ട് അവർ വെട്ടിക്കളഞ്ഞു. നാടൻ പേര. ഇതാ അവിടെ ഉണങ്ങിത്തുടങ്ങി ചൂട് കൊണ്ട്. ഈ ശംഖുപുഷ്പം, ഇതും വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വന്നത് ഒരു കാര്യം. ഞാൻ ഇട്ടേക്കുന്ന എനിക്ക് വീഡിയോയും ഷോർട്ടും ഒക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. യൂട്യൂബിൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഷോർട്ടിലിട്ട പല സംഗതികളുടെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നത്. അതായത് 3 മിനിറ്റ് കഴിയുമ്പോൾ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ്. കണ്ടതാണെന്നും കരുതി കാണാതിരിക്കണ്ട കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗം അതിൽ ഫുള്ള് കാണും വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിതൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. 3 മിനിറ്റ് മാത്രമേ ഷോർട്ടിലാകാവൂ എന്നൊക്കെ ഞാനിപ്പോൾ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ.